നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഒരു ആഹാരം ഇങ്ങനെ ആസ്വദിച്ച് ഉരുട്ടി ഉരുട്ടി നമ്മുടെ വായിലേക്ക് വെക്കുമ്പോൾ കിട്ടുന്നൊരു ഫീല്, ആഹാ, അത് വേറെ ഒന്നിനും നമുക്ക് കിട്ടത്തില്ല അല്ലേ. അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇത്ര ആസ്വദിച്ച് കഴിക്കുന്നത് എന്താണെന്നറിയോ? ഈ കാണുന്ന കക്ക ഇറച്ചി റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ വൈകിട്ട് അനിയൻ വന്നപ്പോൾ നല്ല ഫ്രഷ് കക്ക ഇറച്ചി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. വൃത്തിയാക്കാൻ ഇത്തിരി പാടാണെങ്കിലും അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണല്ലേ. അപ്പോൾ കഴുകിയെടുത്ത കക്ക ഇറച്ചിയിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വേവിക്കാൻ വെക്കുക കേട്ടോ. വേവിച്ചതിന് ശേഷം നമ്മൾ ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് കടുക്, ജീരകം, കറിവേപ്പില തുടങ്ങിയിട്ടുള്ള സാധനങ്ങളിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. കൂട്ടത്തിൽ നല്ല കുനുകുനാന്ന് ചോപ്പ് ചെയ്ത് നല്ല സവോളയും കൂടി കൂടിയിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ഇട്ട് വേവിക്കുകയാണെങ്കിൽ സവോള പെട്ടെന്ന് വഴന്ന് കിട്ടും. സവോള നന്നായിട്ടൊന്ന് ചുവന്ന് വരുമ്പോഴേക്കും അതിനകത്തേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. അതിനുശേഷം അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് എരിവിനുള്ള മുളക് പൊടി, ഇത്രയും സാധനങ്ങളിട്ട് അതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരണ വരെ നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം കേട്ടോ. നമ്മുടെ മസാല മൂത്ത് വരുന്നതിലാണ് കേട്ടോ നമ്മുടെ കക്കയിറച്ചി റോസ്റ്റിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. അതിനുശേഷം നമ്മൾ കക്കയിറച്ചി വേവിച്ച് വെച്ചതും കൂടി അതിനകത്തേക്ക് ഇട്ട് അതിൻ്റെ വെള്ളം പോകുന്നത് വരെ നല്ലവണ്ണം നമുക്ക് ചെറിയ ഫ്ലെയിമിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ. നന്നായിട്ട് റോസ്റ്റായി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും കേട്ടോ. അപ്പോഴേക്കും നമുക്കത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഈ ഉണ്ടാക്കിയ ചട്ടിക്കകത്തേക്ക് കുറച്ച് ചോറും ഒരിച്ചിരി കക്കയും കൂടെ കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല കുഞ്ഞു കുഞ്ഞു ഉരുളകളായിട്ട് കഴിക്കണം കേട്ടോ. അത്രയും വലിയ സ്വാദ് നമുക്ക് വേറെ ഒന്നിനും കിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് ട്രൈ ചെയ്തോളൂ.